ഇത് മഞ്ഞപ്പുഴ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ജന സർവീസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക് അതുപോലെ ക്ലച്ച് അതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റാനായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല സൗണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിലെ ബ്രേക്ക് ഷൂവിൻ്റെ കംപ്ലൈൻ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല. പിന്നെ ബെൽറ്റായാലും നല്ല ബെൽറ്റാണ്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂട്ടായാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. വേരിയേറ്റർ ബോഡി ആയാലും റോളർ വെയിറ്റ് ആയാലും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും അത്യാവശ്യം കുഴപ്പമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഹെഡിൻ്റെ ഇങ്ങനെ സൈഡുണ്ടാകും. അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലിച്ച് കാണിക്കുന്നില്ല. അത് ഈ കവറായിട്ട് ഒരു ഗ്യാസ്കറ്റ് വരുന്നുണ്ട്. ഇത് റബ്ബർ ബീഡിൽ അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ ഒരു കംപ്ലൈൻറ്റ് സീറ്റ് ലോക്കലാണ്. സീറ്റ് കേബിളിലൂടെ കട്ടായി കിടക്കുകയാണ്. അതുപോലെ ഈ ക്യാച്ചറുമാണ്. സീറ്റിൻ്റെ കേബിളും ആ ക്യാച്ചറും മാറ്റി കഴിഞ്ഞാലാണ് ഈ സീറ്റ് ലോക്ക് കറക്റ്റ് ആവുക. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊന്ന് പറയണുണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അതൊക്കെ യൂസ് ചെയ്യാം. ഫ്രണ്ട് ഈ ഷോക്കപ്പിൻ്റെ 2 ബുഷ് നമുക്ക് മാറ്റണമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ബുഷ് ഷോക്കപ്പിൻ്റെ 2 ബുഷ് മാറ്റാം. അതുപോലെ ലിങ്ക് ബുഷ് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിരുന്നു. സ്റ്റാർട്ടിങ് കാണിച്ചത് ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി നിലവിൽ തീരെ ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ടൊക്കെ നല്ല രീതിയിൽ കുറവാണ്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ റെഡിലായിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. ബാറ്ററി മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ സെൽഫ് സ്റ്റാർട്ടിങ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലെവൽ കുറവുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാൻ വൈകിട്ടാണെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓയിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ആ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പിന്നെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. ആ സീറ്റ് കേബിളും സീറ്റ് ലോക്ക് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.